അടിപൊളി ടേസ്റ്റുള്ള 2 ഷേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യത്തേത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഷേക്കും രണ്ടാമത്തേത് ചിക്കു ഇല്ലെങ്കിൽ സപ്പോട്ടയുടെ ഷേക്കുമാണ്. 1 ഗ്ലാസിൻ്റെ അളവാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു പാത്രത്തിൽ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ റാഗി ഇല്ലെങ്കിൽ പഞ്ഞപ്പുല്ലിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. കട്ടയില്ലാതൊന്ന് ഇളക്കിയെടുക്കണേ. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ആക്കാനായിട്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലിടുക. ഇത് കുറച്ച് വെള്ളം ഉള്ളത് കാരണം പെട്ടെന്ന് കട്ടിയാകും. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ കട്ടയില്ലാതെ നിന്ന് കുറുക്കിയെടുക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടി വെച്ച് ചെയ്യരുത്. ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് വേകാതെ കുറുകിപ്പോകുമേ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വെന്ത് കുറുക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കണം. ആറിയതിന് ശേഷം ഒരല്പം ഒന്ന് കട്ടിയാവുക. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ആറിയ കുറുക്ക് ചേർക്കുകയാണ്. ഏകദേശം ഒരു 2 തവിയോളം വരുന്നുണ്ട്. ഇനി ഒരു 3/4 തവി കപ്പലണ്ടി ഇല്ലെങ്കിൽ നിലക്കടലയില്ലേ, അതാണ് ചേർക്കുന്നത്. ഇതിലെ കറുപ്പ് കടലയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിരിക്കണേ. ഇനി കുതിർത്ത് വെച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഒരു 10 ബദാമാണ് ചേർക്കുന്നത്. ഇനി ഒരു 5-6 ഡേറ്റ്സ് ചേർക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കണേ. ഇനി ഒരു പഴമാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ഗ്ലാസ് പാല് കാച്ചി ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അതോടെ ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈന്തപ്പഴം ഞാൻ അരിഞ്ഞിട്ടതിലും ചെറുതായിട്ട് അരിഞ്ഞിടാൻ വേണ്ടി നോക്കണേ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ഇത് കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. അടിപൊളി ടേസ്റ്റിലൊരു ഷേക്കാണിത്. ഇനി രണ്ടാമത്തെ ഷേക്ക് തയ്യാറാക്കാം. ചെറിയ സൈസ് ചിക്കു ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുക്കുക 1 ഗ്ലാസ്സിന് വേണ്ടി. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയേ. തൊലിയും കുരുവും എല്ലാം നീക്കം ചെയ്ത് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് പാലാണ്, കാച്ചിയതാണ്. നല്ലവണ്ണം ഒന്ന് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 8 അല്ലെങ്കിൽ 9 ബദാമാണ്, കുതിർത്ത് വെച്ചതാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ തൊലിയോടുകൂടി ആണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തൊലി മാറ്റിയും ചേർക്കാവുന്നതാണ്. ഇനി ഒരു 2 ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഇനി ഹോർലിക്സ് ആണ് ചേർക്കുന്നത്. 5 രൂപയുടെ പാക്കറ്റാണ് ചേർക്കുന്നത്. 2 എണ്ണം ചേർക്കുന്നുണ്ട്. 1.5 പാക്കറ്റ് ഇല്ലെങ്കിൽ 2 എണ്ണം മാക്സിമം ഈ ഒരളവിന് ചേർത്താൽ മതിയേ. കറക്റ്റ് മധുരമൊക്കെ ആയിരിക്കുമേ. ഇനി ഇത് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെയും അതേ കാര്യം ശ്രദ്ധിക്കുക. ഈന്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയിടണം. ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ഇട്ട് അരച്ചു പോയി. അതുകൊണ്ടത് അറിയാതെ കിടപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ മിസ്റ്റേക്ക് വരാതെ നോക്കണേ. ഈ ചിക്കുവും ഹോർലിക്സും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. അടിപൊളി ഷേക്കാണ്. 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ കൂടി മറന്നു പോകല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി. താങ്ക് യു ഫോർ വാച്ചിങ്.